everyone, welcome back to my YouTube channel. I am Ranjani Haridas, and after popular requests and demand, I am back with my cooking experiments. Yes, കുറേ നാളെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കോമന്റ് സെക്ഷനിൽ എഴുതിയിരുന്നു. ഞാൻ കുക്ക് ചെയ്ത് ഫ്ലോപ്പ് ആക്കുന്ന കാണാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് കുക്കിംഗ് വീഡിയോസ് ഇടാറില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു ഞാനൊരു 30-35 കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഷെഫായി മാറി, ഒരു കുക്കിംഗ് എക്സ്പേർട്ടായി മാറി. അതുകൊണ്ട് ഇപ്പോൾ കിച്ചണിൽ കയറി ഇനി ഉണ്ടാക്കാനൊക്കെ എൻ്റെ മടി കൂടി. ഒരു കാര്യം പഠിക്കുമ്പോൾ പിന്നെ നമ്മളത് വിട്ടിട്ട് വേറെ കാര്യം പഠിക്കാൻ പോകണമല്ലോ. ബട്ട് ആക്ച്വലി ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത് ആൻഡ് യു നോ ഇറ്റ്. സോ ഐ തോട്ട് എന്തായാലും ഇത്രയും ആൾക്കാർ പറഞ്ഞല്ലോ രഞ്ജനിയുടെ ഒരു ഫ്ലോപ്പ് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന്. സോ ഐ തോട്ട് ലെറ്റ്സ് ഡു ദിസ്. ദിസ് ഈസ് ജസ്റ്റ് ഫോർ യോൾ. We're back. So ഇന്ന് I am going to make ഒരു സൂപ്പ്. ഓക്കെ, എന്ത് സൂപ്പാണെന്ന് എന്റെ ചോദിക്കരുത്. എന്റെ വീട്ടിലുള്ള പച്ചക്കറി ഒക്കെ കൂടെ എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ കം ഔട്ട് ഓക്കെ. സോ ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ദ കോളിഫ്ലവർ ക്യാരറ്റ് അണിയൻ പൊട്ടറ്റോ സെലറി പീസ് സൂപ്പ്. ഇത്ര സാധനമാണ് ഇതിനകത്ത് പോകുന്നത്. വാട്ട് ഡു യു സേ? I think it's healthy. പക്ഷെ അൺഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. കുറച്ച് ബട്ടറും ഓലിവ് ഓയിലൊക്കെ എക്സ്ട്രാ ഇട്ടാൽ അൺഹെൽത്തി ആവും. ബട്ടറൊക്കെ കട്ട് ചെയ്ത് ഒരു വെജിറ്റബിൾ സ്റ്റോക്കിലോ ചിക്കൻ സ്റ്റോക്കിലോ മാത്രം ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ ബിക്കം സ്ലൈറ്റ്ലി മോർ ഹെൽത്തിയർ. അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ continue watching this video. Are you guys ready? So let's find out what the ingredients are. സോ എൻ്റെ ഇന്നത്തെ ഈ ഒരു വെജിറ്റബിൾ സൂപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ്. എൻ്റെ കയ്യിലുള്ള കോളിഫ്ലവർ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് കൂടെ വേറെ കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്തു. അനിയൻസ്, ക്യാരറ്റ്സ്, പൊറ്റേറ്റോസ്, ആകെ ഉണ്ടായിരുന്ന സെലറി അതിൻ്റെ സ്റ്റോക്ക് ഞാൻ കട്ട് ചെയ്ത് ഇത്രയും ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യാം. പീസ്, പിന്നെ ഓഫ് കോഴ്സ് യു നീഡ് സോൾട്ട്, പെപ്പർ, തൈം ആൻഡ് പാസ്ലി ഹെർബ്സ് ആയിട്ട്, കുറച്ചൊരു ഓലിവ് ഓയിൽ, ബട്ടർ, വെള്ളം ഓഫ് കോഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഗാർലിക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, സോ ദിസ് ഈസ് നമ്മളുടെ മാഗി ക്യൂബ്സ്. ഈ സ്റ്റോക്ക് ക്യൂബ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീട്ടിൽ ചിക്കൻ ക്യൂബ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാൻ പോവാണ്. പക്ഷേ വെജിറ്റബിൾ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധി. ഓക്കെ, സോ ഐ ഗോട്ട് ദാറ്റ്. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാലോ, ദിസ് ഇസ് എ ക്യാബേജ്. അപ്പൊ ഈ സൂപ്പിൽ ഞാൻ ക്യാബേജ് ഇട്ടാൽ എന്റെ സൂപ്പ് കുളമാവുമോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാനത് മുറിക്കാതെ വെച്ചിരിക്കുന്നത്. വാട്ട് യു ഗൈസ് തിങ്ക്? ക്യാബേജ് കൂടി ഇതിലേക്ക് ഇടട്ടെ? ഇതിന്റെ മെയിൻ തിങ് ഇസ് ലൈക്ക് എ കോളിഫ്ലവർ ആൻഡ് പൊട്ടേറ്റോ സൂപ്പ് വിത്ത് പീസ്. അപ്പൊ ക്യാബേജ് വരുമ്പോൾ ഫ്ലോപ്പ് ആവുമോ എന്നൊരു പേടിയുണ്ട്. എന്നാലും രണ്ടും കൽപ്പിച്ച് ഐ എം ഗോയിങ് ടു പുട്ട് ദ ക്യാബേജ് ഇൻ ടു ദ സൂപ്പ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, സോ വിത്ത് യുവർ പ്രാർത്ഥന ഐ എം ഗോയിങ് ടു ഡു ദിസ്. ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി കട്ട് ഇറ്റ് അപ്പ്. ഇത് പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട രീതിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തോളൂ. ബിക്കോസ് സൂപ്പിലേക്കാണ് പോണത്. സോ ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. എത്ര ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എത്ര പേർക്കാണ് സൂപ്പ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ആ ക്വാണ്ടിറ്റി അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇത് കണ്ടിട്ട് ഒരു 3-4 പേർക്കുള്ള പോലെ ഉണ്ട്. പക്ഷെ എൻ്റെ ആപ്പറ്റൈറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതിന്റെ പകുതി കുടിക്കും. ആൻഡ് നാളത്തേക്കാണെങ്കിൽ നാളത്തേക്കുണ്ട്. ബട്ട് ഐ തിങ്ക് ഇത് ഫ്ലോപ്പ് ആവില്ല. നിങ്ങളൊക്കെ ഫ്ലോപ്പ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് അറിയാം. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് കിച്ചണിലേക്ക് കയറുന്നത്. കഴിഞ്ഞ കുറെ സക്സസ്ഫുൾ കുക്കിംഗ് വീഡിയോസിന് ശേഷം ഇന്ന് ഫ്ലോപ്പായി എനിക്ക് ഭയങ്കര സങ്കടം വരും. ഫുൾ ക്യാബേജ് ഇടുവാണ്. ബേസിക്കലി ഇപ്പോൾ ക്യാബേജ് സൂപ്പായി മാറി. കോളിഫ്ലവർ സൂപ്പായിരുന്നു ഒറിജിനലി. ബട്ട് ഇറ്റ്സ് ഓക്കെ. വിൽ സീ വാട്ട് ഹാപ്പൻസ്. കൂൾ. ദാറ്റ് ഈസ് ഡൺ. ബേസിക്കലി നമുക്ക് ഭയങ്കര എനർജി ഉണ്ടെങ്കിൽ പച്ചക്കറി മുറിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്. കുറെ എക്സസ് എനർജി നമുക്ക് ഇങ്ങനെ കൊണ്ട് കളയാം. This is a great way to work out as well, I feel. Okay, so that's done. Lots of cabbage. And original recipe il cabbage undarnilla. Fridge ullathu kondu matram njan idilidana ട്ടോ. Ini കാര്യത്തിലേക്ക് കടക്കാം. Let's do this. So this first step is നമ്മളുടെ കുക്ക് പോട്ട് വെക്കുക. വലിയൊരു പോട്ട് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കാനല്ലേ. and അതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ബട്ടർ. അധികമൊന്നും വേണ്ട. നമ്മൾ ഡയറ്റ് ആണെങ്കിൽ കുറച്ച് ബട്ടർ. ഡയറ്റ് ഇല്ല, യു വാണ്ട് ഇറ്റ് റിയലി ടേസ്റ്റി, പുട്ട് ലോട്ട്സ് ഓഫ് ബട്ടർ. കുറച്ചൊരു ഓലിവ് ഓയിൽ. അത്രയൊക്കെ മതിയായിരിക്കും അല്ലേ? ധാരാളം. ബട്ടറും ഓലിവ് ഓയിലും ഒന്ന് ചൂടാവുമ്പോൾ വി വിൽ പുട്ട് ഇൻ ദ ഗാർലിക്. ഞാൻ കുറേ അധികം ഗാർലിക് എടുത്തിട്ടുണ്ട് ബിക്കോസ് ഐ ലവ് ഗാർലിക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഗാർലിക് എടുക്കാം. അപ്പം ഇതിൽ ആ പച്ച സാധനം എന്താണ് കയറിയെന്ന് എനിക്കറിയില്ല. വാട്ടെവർ. So obviously garlic നന്നായിട്ട് റോസ്റ്റഡ് ആകുമ്പോൾ ഒരു particular flavor ഇറങ്ങും. So you can roast it if you like as much as you want. ഒരു slight brown ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് വെജീസ് ഇടാം. ഗാർലിക് ഒന്ന് സോട്ടേ ആകുമ്പോൾ നമുക്ക്
the onion gram. Give that a good stir. Okay, so അത് കുറച്ചാകുമ്പം next thing you can add are the carrots. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. And celery ഇടാൻ മറക്കരുത്. Celery brings a particular flavor to all soups, okay? So കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് സോട്ടേ ആവട്ടെ. സോ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഓൾറെഡി റെസിപ്പി നോക്കി ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സൂപ്പാണ്. പക്ഷെ കുറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെതായ രീതിയിൽ അതാക്കി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ലോട്ട്സ് ഓഫ് അഡീഷണൽ തിങ്സ് ഐ എം ഡൂയിങ് എന്റെ ഇഷ്ടപ്രകാരം. വൈ? ബിക്കോസ് ഇറ്റ്സ് കൺവീനിയന്റ് ടു മീ. ഞാനാണല്ലോ കുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാരറ്റ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ യു മൈറ്റ് നോട്ട് ഹാവ് സെലറി, കുഴപ്പമില്ല. ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാർലിക് വേണം, അണിയൻസ് വേണം, കോളിഫ്ലവർ വേണം, പൊട്ടേറ്റോ വേണം. പീസും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് യു മസ്റ്റ് ഹാവ്, ആൻഡ് വെജിറ്റബിൾ സ്റ്റോക്ക് ഓർ ചിക്കൻ സ്റ്റോക്ക് ഓർ whatever. Okay, so these are the necessary items. ബാക്കിയൊക്കെ എക്സ്ട്രാ ചുമ്മാ ആഡ് ചെയ്തോ, ജസ്റ്റ് ഫോർ ഫൺ. ഫസ്റ്റ് മിക്സ് ഓഫ് വെജിറ്റബിൾസ് സോട്ടേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കുറച്ചുകൂടെ ഒന്നൊന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്കോ ചിക്കൻ സ്റ്റോക്കോ ആഡ് ചെയ്യാം. വാട്ടർ ആയാലും മതി, ബട്ട് സം സ്റ്റോക്ക് വുഡ് റിയലി ലിഫ്റ്റ് അപ്പ് ദ ഫ്ലേവർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് ഡു ദാറ്റ്. യാ, സോ സ്റ്റോക്കിന് വേണ്ടി ചെയ്യേണ്ടത് വെരി സിമ്പിൾ. ഞാനൊരു ഹാഫ് ക്യൂബ് എടുത്തു വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ. കുറച്ച് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു. യു കെൻ സീ ദി സ്റ്റീം ആൻഡ് ഐ എം ജസ്റ്റ് മിക്സിങ് ഇറ്റ് അപ്പ്. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയതിനു ശേഷം അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിക്കും. ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിന് കാരണം ആ റെസിപ്പിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൈയുടെ വൃത്തിയോട് നോക്കുകയാണെന്ന് എനിക്കറിയാം. ഐ ടോൾഡ് യു ബിഫോർ ഐ ഹവ് ഗോട്ട് റിയലി അഗ്ലി ഹാൻഡ്സ്, ബട്ട് ദാറ്റ്സ് ലൈഫ്. ഓക്കെ, ഷിറ്റ് ഹാപ്പൻസ്. ഓക്കെ, എനിവേ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരും. സോ ദിസ് ഇസ് മൈ ചിക്കൻ സ്റ്റോക്ക്. വെജിറ്റബിൾ സൂപ്പ് ആയതുകൊണ്ട് വെജിറ്റബിൾ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ബട്ട് സംടൈംസ് നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. സോ അഡ്ജസ്റ്റ് മാടി. സോ ദാറ്റ് ഐ ആം ഗോയിങ് ടു പുട്ട് എ ലിറ്റിൽ മോർ വാട്ടർ. ഓക്കെ, awesome. ആസ് യൂഷ്വൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോയപ്പം എൻ്റെ പച്ചക്കറി കുറച്ച് കരിഞ്ഞു. നിങ്ങളാണ് ഇതിന് കാരണം. പക്ഷെ കുഴപ്പമില്ല, ആ കരിയൽ ഫ്ലേവർ നമ്മുടെ സൂപ്പിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കരിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി. പക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ ബേൺഡ് റോസ്റ്റഡ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് ചലേഗ, അതൊക്കെ ചലേഗ. ഹമാരെ സൂപ്പ് മേ സബ് കുച്ച് ചലേഗ. ഓക്കെ, ഇനി ഉണ്ടാക്കിയ ആ ചിക്കൻ സ്റ്റോക്കിന് വാട്ടർ ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണേ. ഓ ക്യാ ശബ്ദം ഹേ. ആ ഭയങ്കര ചൂടാ. ഓക്കെ, ആ ഫ്ലേവർ ആ ലിക്വിഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഓഫ് ഓൾ ദീസ് വെജിറ്റബിൾസ്. ഐ തിങ്ക് എല്ലാം ഐ തിങ്ക് ആണേ. അവസാനം എന്തെങ്കിലുമൊക്കെ ആവണം. ഓക്കെ, സോ ലെറ്റ് ദാറ്റ് കുക്ക് ഫോർ അബൌട്ട് 5 to 10 minutes. ഇൻ ദ മീൻ ടൈം കുറച്ച് സോൾട്ട്, പെപ്പർ, കുറച്ച് ഹെർബ്സ് ഒക്കെ ഇടാം അല്ലേ. സോൾട്ട് പിന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. യു കെൻ ഡെഫിനറ്റ്ലി ആഡ് സം പെപ്പർ ടു ദ മിക്സ്. ഓവറാക്കണ്ട, കുറച്ച് മതി. പൊതുവെ എല്ലാം ഓവറാക്കുന്നൊരു ശീലം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ബഹുത് കൺട്രോൾ സെ കർ രഹി ഹൂം സബ് കുച്ച്. സോ ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവർ വരാൻ കുറച്ച് എന്താണിത് തൈം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. കുറച്ച് പാസ്ലി. ഓവറായോ? കുഴപ്പമില്ല, സഹിക്കാം. whatever it is, herbs അല്ലേ, നമുക്ക് നല്ലതാ, കുഴപ്പമൊന്നുമില്ല. Can give it a good stir and let it cook properly. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാൻ തോന്നുന്നു. What do you think? അത് ഇവാപ്പറേറ്റ് ആയിപ്പോയി. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആ ടൈം കുറച്ച് കൂടി പോയി. അതുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് നടത്താം. ഡസൻ ടേസ്റ്റ് ബാഡ്, പക്ഷെ ഡെഫിനറ്റ്ലി ടൈം കുറച്ച് കൂടുതലാണ്. പക്ഷെ ആസ് ഐ സെഡ്, തൈമിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഉപ്സ് കൂടിപ്പോയി. എനിവേ, ബട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നൈസ് അരോമ. സോ ദ ഫ്രേഗ്രൻസ് ഇസ് ഓൺ ദ ഡോട്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇനി പതുക്കെ നോക്കാം എന്താവുന്നു. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായി സോട്ടേ ആയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുക. ബാക്കിയുള്ള സാധനങ്ങൾ കോളിഫ്ലവർ. I'm going to put that fully. Okay. Potatoes. ഉരുളക്കിഴങ്ങ് കൂടുതലിട്ടാൽ കുറച്ചുകൂടെ ക്രീമി ആവും. കുറച്ചിട്ടാൽ അത്രയധികം ക്രീമി ആവില്ല. You know how it is, right? Sure. ഇത് ഭയങ്കര ഒരു weird position ആയി പോയി. Anyway. So I've put that in. I'm going to mix it up really well.
ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഇടില്ല എന്ന് വിചാരിച്ച നമ്മളുടെ ക്യാബേജ് നമുക്ക് ഇടണ്ടേ? സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് സ്പെഷ്യലി ബൈ മീ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ആ ടൈം എക്സ്ട്രാ ആയത് ഈ ക്യാബേജ് ആ ഫ്ലേവർ അബ്സോർബ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. എന്നെ രക്ഷിക്കട്ടെ. So put all that in and then അയ്യോ കൂടിപ്പോയി, കുറേ സാധനങ്ങളായി പോയി. ബട്ട് ഞാൻ നന്നായി ഇളക്കട്ടെ. ഓക്കെ, ആസ് യു കൻ സീ ക്യാബേജ്, കോളിഫ്ലവർ, പൊട്ടേറ്റോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പൊട്ടേറ്റോസ് കുറച്ച് കൂടെ ഇടാം, പക്ഷെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അത് നന്നായി ഇളക്കുക. ആൻഡ് ഇത് സൂപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, സോ ലെറ്റ് മീ പ്രിപ്പയർ ദാറ്റ്. ഞാൻ ആ ചിക്കൻ ക്യൂബ്സ് ഇടുകയാണ്. ഈ ഫുൾ പാക്കറ്റ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തു. നേരത്തെ ഇതിൻ്റെ പകുതിയെ യൂസ് ചെയ്തുള്ളൂ. ആൻഡ് ജസ്റ്റ് മിക്സ് ഇറ്റ് അപ്പ്. ഇത് ചെറിയ ചൂട് വെള്ളമാണ്. ഇത്രയും വെള്ളത്തിൽ ചെയ്തിട്ട് ഞാൻ ബാക്കി വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് കൂടുതലാക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ദ പ്ലാൻ. സോ സൂപ്പ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ എപ്പോഴും വാങ്ങിച്ച് വെക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാജിക് ക്യൂബ്സ് ആണ്. ഈ ചിക്കൻ സ്റ്റോക്ക്, വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ്സ്. ബിക്കോസ് നമ്മുടെ ആ ഒരു ബ്രോത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പാടുപെടണ്ട. അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്ത് ബ്രോത്ത് അത് സേവ് ചെയ്ത് വെച്ച് ഫ്രീസ് ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് യൂസ് ചെയ്യണം. ടു ഇൻകൺവീനിയൻറ്റ്, ഈസി, സിമ്പിൾ. സോ കീപ് this at home all the time if you like to do soups. Cool? Okay, so എൻ്റെ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രോത്ത് ഇത്രയായി. ഞാനിനി അതിലേക്ക് ഒഴിച്ച് നോക്കട്ടെ ഇത് മതിയോ കൂടുതൽ വേണമെന്ന്. There you go. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുവേ. എന്തായാലും ഇത്രയും വെള്ളം പോരാ, തീർച്ചയായിട്ടും കൂടുതൽ വെള്ളം വേണം. So I'm going to pour some more water into it. ഇത് കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിയുമ്പം ഒരു സ്റ്റോക്ക് ക്യൂബ് കൂടെ ഇടണോ വേണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. ഇൻ ദ മീൻ ടൈം ഇനി കുറച്ച് നേരം ഇതിരുന്ന് സിമ്മറിൽ കുക്കാവട്ടെ. കൂൾ. സോ ബേസിക്കലി നമ്മളുടെ പൊട്ടേറ്റോവും നമ്മളുടെ ക്യാരറ്റ്സും സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആവുന്ന വരെ ഇനി ഇത് സിമ്മറിൽ നമ്മൾ കുക്ക് ചെയ്യണം. സോ അത് എത്ര സമയം എടുക്കുന്ന കുക്കാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂൾ. ഓക്കെ, സോ നൗ ലെറ്റ് ദിസ് സിറ്റ് ഹിയർ. ഐ എം ഗോയിങ് ടു ഗോ ഫോർ എ കുട്ടി ബ്രേക്ക്. നമുക്ക് ബഡി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇന്നെൻ്റെ ബഡി നല്ല കുട്ടിയായിട്ട് ഇവിടെ പാവം ചെക്കനെ പോലെ കിടക്കുകയാണ്. ഐ ഡോണ്ട് നോ വൈ. യൂഷ്വലി ഹി ബഗ്സ് ദ ലിവിംഗ് ഡേലൈറ്റ്സ് ഔട്ട് ഓഫ് മീ. ബട്ട് വാട്ട് ഹാപ്പൻ ടുഡേ? ബഡി, ഹായ്. ബഡി എവിടെയായിരുന്നു? എന്നെ വന്നെന്ന് ഇറിറ്റേറ്റേ ചെയ്തില്ലല്ലോ. വയ്യേ ബഡിക്ക്? വയ്യേ? സൂപ്പ് കുടിക്കോ ബഡി? ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു സൂപ്പ് ഉണ്ടാക്കുമോ ഭാവിക്ക് വേണ്ടി? വിൽ യു ഹാവ് ഇറ്റ്? കൊച്ചേ, he is not interested, you guys. And buddy കുളിപ്പിക്കാനേ സമയം നോക്കൂ. എൻ്റെ വൈറ്റ് ആൻഡ് ബ്രൗൺ പട്ടീസ് ബിക്കം ബ്രൗൺ ആൻഡ് ഡാർക്ക് ബ്രൗൺ പട്ടി. വാട്ട് ബേബി? ഉമ്മ എടുക്കൂ. ഓക്കെ, ഒരു താല്പര്യമില്ല, സോറി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബ്രേക്ക് ഇസ് ഓവർ. സോ എന്തായാലും ആ ഒരു 15-20 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ the vegetables will be cooked for sure. അതിൽ പൊട്ടേറ്റോസും ക്യാരറ്റും ചെണ്ടറായാൽ everything is perfect. സോ അത് ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സൂപ്പ് കുറച്ചുകൂടി ഒരു സൂപ്പി ക്രീമി ടെക്സ്ചർ ആണോ എങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചെങ്കിലും ഒരു നമ്മൾ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ യു യൂസ് എ ഹാൻഡ് ബ്ലെൻഡർ ആൻഡ് ബ്ലെൻഡ് ഇറ്റ്. ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് സൂപ്പ് കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാനുള്ളത് നല്ലതാണല്ലോ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഇതിലെ പകുതി സൂപ്പ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ബ്ലെൻഡറിൽ അത് ക്രീമി ആക്കി എടുക്കാൻ പോകണം. ഐ എം ഗോയിങ് ടു മിക്സ് ഇറ്റ് അപ്പ് ആൻഡ് ബ്ലെൻഡ് ഇറ്റ് അപ്പ്. സോ ലെറ്റ്സ് ടേക്ക് സം സൂപ്പ് ഔട്ട്. എക്സാക്ട്ലി പകുതി എടുത്തോളൂ, കുറേ ഉണ്ട് ഇതിനകത്ത്. സോ there you go. ഈ സൂപ്പിൽ നിന്നും ഞാൻ പകുതി ഈ ബോളിലേക്ക് മാറ്റി. ആൻഡ് ഇത് ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇൻ ദ മീൻ ടൈം ഇനി പീസും കൂടെ ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് ഇപ്പൊ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആ ബാക്കി സൂപ്പിലേക്ക് ഞാൻ ഇടാൻ പോവാണ്. There you go. ആ പീസ് നന്നായി കുക്ക് ആവാൻ വേണ്ടിയാണ് ഇത്. അല്ലെങ്കിൽ അത് ഒരു പച്ചപ്പ് ഉണ്ടാവും ഇഫ് യു ഡോണ്ട് കുക്ക് ഇറ്റ് ഔട്ട് എ ലിറ്റിൽ ബിറ്റ്. സോ അതിവിടെ കുക്ക് ആവട്ടെ. ലെറ്റ്സ് കവർ ഇറ്റ് അപ്പ്. ആൻഡ് ഇത് നമുക്ക് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാം. ചൂടുള്ള സാധനങ്ങൾ മിക്സിയിലിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. ദിസ് ഈസ് മൈ ബ്ലൂ മിക്സി. സോ ഞാൻ മിക്സിയിലേക്ക് അത് ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കും എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ബിക്കോസ് ചൂടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് ആ ചൂട് പുറത്തേക്ക് വിടണം എന്ന് എനിക്കറിയാം. ബട്ട് ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. പേടി എനിക്ക് പേടി. ഓപ്പൺ ഇറ്റ് അപ്പ് അഗൈൻ. സി, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്, ഇൻ കേസ് ആ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ആക്കി എടുക്കണമെങ്കിൽ. ആൻഡ് ദെൻ ബ്ലെൻഡ് ഇറ്റ് അഗൈൻ.
So I think നമ്മുടെ creamy mix is ready. Taste test എല്ലാ സ്റ്റെപ്പിലും നടത്തിക്കൊണ്ടിരിക്കുക, ഫ്ലോപ്പ് ആണോ അല്ലയോ എന്ന് നോക്കാൻ. So let's do this. ചെറിയ ചെറിയ ബൈറ്റ്സ് ഉണ്ട്, ബട്ട് ചലേഗാ. So as you can see, നമ്മളുടെ പീസും ഒക്കെ ഉള്ള ആ ഒറിജിനൽ സൂപ്പ് മിക്സ് ഇവിടെ കുറച്ചുകൂടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത ആ മിക്സ്ചർ നമുക്ക് ഒഴിക്കാം. There you go. So you get a mix. അത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. So already it's looking like a yummy soup. Oh, I'm so excited. Pretty easy, you know. Basic steps ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക. കോളിഫ്ലവർ, പൊട്ടേറ്റോ ആൻഡ് പീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് കുക്ക് പോട്ടിൽ ഇടുക. ബാക്കി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുക. അത് നന്നായി കുക്ക് ആവുമ്പോൾ യു ടേക്ക് ഹാഫ് ഓഫ് ഇറ്റ്, യു ബ്ലെൻഡ് ഇറ്റ്. ആ ബ്ലെൻഡ് ചെയ്ത മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കുക. ആൻഡ് അതിനുശേഷം അത് ബോയിൽ ആവുമ്പം യു സ്വിച്ച് ഇറ്റ് ഓഫ് ആൻഡ് യുവർ സൂപ്പ് ഇസ് റെഡി. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ബിക്കോസ് യു വോണ്ട് ടു നോ വെദർ ഇറ്റ്സ് എ ഫ്ലോപ്പ് ഓർ നോട്ട്, നോ? സോ ലെറ്റ്സ് സീ. Definitely not a flop. And the only feedback is ആ ടൈമിന്റെ ഒരു സാധനം ഇപ്പോഴും കിടപ്പുണ്ട്, but it's really really tasty. സത്യം ഞാൻ പറയാല്ല. And it looks like a soup. സൂപ്പ് പോലെ ഉണ്ട് കാണാൻ. I am so happy. See this? ഒരു vegetable chowder പോലെ ഉണ്ട്. Good job, Ranju. Pat on the back. So this is my cauliflower and potato with peas soup. Fairly simple ആയിരുന്നു ആൻഡ് കാണാനും സൂപ്പ് പോലെ ഉണ്ട്. ഐ എം ഷുവർ ഇറ്റ് വിൽ ടേസ്റ്റ് ബ്രില്യൻറ്റ്. ടേസ്റ്റ് ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത് കൂടുതൽ ടേസ്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ആഡ് ചെയ്യാം. യു ക്യാൻ ആഡ് ലൈക്ക് സം ഗാർണിഷ് ഓവർ ഇറ്റ്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ദിസ് ഈസ് വളരെ ബ്യൂട്ടിഫുൾ. So there you go, people. This is my vegetable chowder, or as I said, my cauliflower, potato and pea soup, all set to be eaten. Pretty, no? Time to eat my soup. So good. Very comforting. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാല്ല കേട്ടോ. ഇറ്റ്സ് റിയലി റിയലി നൈസ്. സോ എനിവേ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇനിഷ്യലി ഐ വാസ് റിയലി ബാഡ് കുക്ക്, flop cooking, but now I've become so good at it that എന്ത് തൊട്ടാലും it's amazing. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് ആശ്വസിക്കുന്നത്. But this is really good, so try it out at home and let me know how it went. Cool? So there you go, people. എൻ്റെ ഈ ഒരു വെജിറ്റബിൾ സൂപ്പിന്റെ ഈ കുക്കിംഗ് എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഒറിജിനലി ഇറ്റ് വാസ് എ കോളിഫ്ലവർ, പൊട്ടേറ്റോ ആൻഡ് പീസ് സൂപ്പ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഒക്കെ ഞാൻ ഇട്ടു. അതുകൊണ്ട് now it's become like a vegetable chowder, which is also great. Extremely healthy ആണ്. കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ ബട്ടറും ഓലിവ് ഓയിലും കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾ ബ്രോത്ത് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ കുറച്ച് ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബട്ടറും ഓലിവ് ഓയിലും ഒക്കെ ഇട്ടുള്ളൂ. നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ ദാറ്റ്സ് ഓൾ ഐ ഗോട്ട് ഫോർ യു ടുഡേ ഫ്രം മൈ കിച്ചൺ. ഇനി അടുത്ത കുക്കിംഗ് എക്സ്പെരിമെന്റിന് വേണ്ടി കാത്തിരിക്കുക. എപ്പോൾ നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതെന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഐ ഗ്യാരണ്ടി യു ഇറ്റ് ഈസ് അമേസിംഗ്. ഇൻ ദ മീൻ ടൈം, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ വീഡിയോസ്. നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ please subscribe to my videos, okay? I would love to grow our family. Almost 80,000 alkarai, so let's get to 100,000. Come on, you guys, let's do it together. Okay, that's all for now. Lots of love. God bless you. I love you guys.